ഇവിടെ പ്രതിപക്ഷ നേതാക്കൾക്ക് രണ്ടഭിപ്രായമുണ്ടെന്നും അഭിപ്രായ ഭിന്നത ഉണ്ടെന്നും ഇവിടെ സർക്കാരും അതുപോലെ UDF ഒക്കെ പറഞ്ഞു വരുത്തുന്നുണ്ട്. വിഴിഞ്ഞം വിവാദമാക്കരുത് എന്നാണ് പ്രതിപക്ഷം ഉന്നയിച്ചിട്ടുള്ളത്. വിഴിഞ്ഞം പദ്ധതിയെ കുറിച്ച് CPIM-നും ഇടതുപക്ഷത്തിനും ഏക അഭിപ്രായമാണ്, ഭിന്നഭിപ്രായമില്ല. പിന്നെ ഇവിടെ വിവാദമാക്കരുതെന്ന് എംബായ നസീർ പറഞ്ഞത് ശ്രീമതി ടീച്ചറും KK ശൈലജയും EP ജയരാജനും ഒക്കെയാണ്. അവിടെ അഴിമതി ഉണ്ട് എന്ന് ആരോപിച്ചുകൊണ്ട് അത് വിവാദമാക്കുന്നത് സംസ്ഥാന സെക്രട്ടറിയാണ്. സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാഷ് എന്താണ് പറഞ്ഞത്? ഗോവിന്ദൻ മാഷ് പറഞ്ഞത് ദിവ്യ എസ് അയ്യരെ ആര് എന്തോ പറഞ്ഞോളൂ ഞാൻ പറഞ്ഞ ദിവ്യ എസ് അയ്യരെ ഇത്ര തിടുക്കപ്പെട്ട് മാറ്റിയത് ആർക്ക് വേണ്ടി, എന്തിനു വേണ്ടി, അത് വിശദീകരിക്കണം എന്നുള്ള തലത്തിലാണ് പാർട്ടി സെക്രട്ടറി ഗോവിന്ദൻ മാഷ് സംസാരിച്ചിട്ടുള്ളത്. ശൈലജ ടീച്ചറും അതുപോലെ ശ്രീമതി ടീച്ചറൊക്കെ പറഞ്ഞതെന്ന് പറഞ്ഞാല് അത് സർക്കാരിന് മാറി വരുന്ന സർക്കാരിന് അങ്ങനെ മാറ്റാനുള്ള ഒരു അഭിപ്രായമുണ്ട് എന്ന് അത് അവരുടെ അഭിപ്രായം വെച്ച് പറഞ്ഞതാണ് എന്ന് കരുതി CPIM-ഉം അതുപോലെ ഇടതുപക്ഷ നേതാക്കളെല്ലാം രണ്ട് തട്ടിലാണ്, രണ്ട് അഭിപ്രായമാണ് എന്നുള്ള ഒരു രീതിയല്ല, ഏക സ്വരമാണ് അവർ പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഇവിടെ നമ്മള് സംസാരിക്കാതെ ഏക സ്വരമല്ല, അത് രണ്ട് സ്വരം തന്നെയാണ്. ഒന്ന് ദിവ്യ എസ് അയ്യരെ മാറ്റിയതിന് പിന്നിൽ അഴിമതി ഉണ്ടെന്നായിരുന്നു രാകേഷിന്റെ അഭിപ്രായം. MV ഗോവിന്ദൻ മാസ്റ്റർ അത് പറയുന്നതാണ്. പക്ഷേ അതിനെ തള്ളിക്കളയാണ്, അത് വിവാദമാക്കരുത്, അതൊന്നും ചർച്ച ചെയ്യേണ്ട കാര്യമില്ലാന്ന് EP ജയരാജനും ശ്രീമതിയും ശൈലജയും പറയുന്നു. അത് പിന്നെ രണ്ടഭിപ്രായം അല്ലാതെ പിന്നെ എന്താണ്? പ്രതിപക്ഷം വളരെ ശക്തമായ ഒരു ആക്രമണം നടത്തേണ്ട വിഷയം തന്നെയാണിത്. വിഴിഞ്ഞത്തെ ഓഹരി കൈമാറ്റം വളരെ സീരിയസ് ആയ സംസ്ഥാനത്തിന്റെ പൊതു താല്പര്യത്തെ ബാധിക്കുന്ന ഒരു വിഷയമാണ്. പ്രതിപക്ഷം ശക്തമായ എതിർപ്പുന്നയിക്കേണ്ട വിഷയമാണ്. പക്ഷെ അവിടെ പോലും ഏകസ്വരമില്ല. അല്ല ജിംഷ, എതിർപ്പ് പ്രകടിപ്പിക്കേണ്ടെന്ന് നിങ്ങൾ പറഞ്ഞു. നമ്മള് ഇത് 49% പറഞ്ഞോളൂ, കേൾക്കാം. 49% അദാനി MSCക്ക് ഓഹരി വിറ്റു എന്ന് പറഞ്ഞതിന്റെ പിറ്റന്ന് ഈ വിഴിഞ്ഞം തുറമുഖത്ത് മുറ്റത്ത് CPIM പ്രതിഷേധ പരിപാടി സംഘടിപ്പിക്കുകയും CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാഷ് അവിടെ പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു. അതുമാത്രവുമല്ല, നമ്മൾ വരും സമയത്ത് വലിയ തരത്തിലുള്ള പ്രതിഷേധ പരിപാടിയും സമരവുമായിട്ട് CPIM ഇടതുപക്ഷവും മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. അതുപോലെ പുറകിലോട്ട് പോയിട്ടൊന്നുമില്ല. പ്രതിപക്ഷം നല്ല രീതിയിൽ സമരവുമായിട്ട് മുന്നോട്ട് പോകും, അതിന്റെ ആലോചനയിലാണ്. പക്ഷെ ഇവിടെ CPIM നേതാക്കളെല്ലാം രണ്ട് തട്ടിലാണെന്നും ഭിന്നഭിപ്രായമുണ്ടെന്നും പറഞ്ഞ് വരുത്തുന്നത് പത്രമാധ്യമങ്ങളും ചാനലും അതുപോലെ UDF-ഉമാണ്. ശ്രീമതി ടീച്ചർ പറഞ്ഞത് എന്താണ്? അതുപോലെ ശൈലജ ടീച്ചർ പറഞ്ഞത് എന്താണ്? അവര് പറഞ്ഞതെന്ന് പറഞ്ഞാൽ ആകെ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ വിഴിഞ്ഞം നിങ്ങളൊരു വിവാദമാക്കരുതേ, വിഴിഞ്ഞം ഇന്ത്യയുടെ അല്ലെങ്കിൽ ലോകത്തിന്റെ ഏറ്റവും വലിയ അഭിമാന പദ്ധതിയാണ്, വിവാദത്തിലേക്ക് വലിച്ചഴക്കരുത് എന്നാണ് ഗോവിന്ദൻ മാഷ് പറഞ്ഞു വെച്ചത്, ശൈലജ ടീച്ചർ പറഞ്ഞു വെച്ചത്, അതുപോലെ ശ്രീമതി ടീച്ചർ പറഞ്ഞു, രാകേഷും പറഞ്ഞു വെച്ചത് അങ്ങനെയാണ്. പക്ഷേ നാല് സംസാരിച്ച രീതി ശൈലിയിലായി പോയി എന്ന് മാത്രം, ശൈലിയിലായി പോയി. പ്രതികരണങ്ങളിൽ മനസ്സിലായത് അത് ഏകസ്വരമാണ് എന്നാണ്, വിഴിഞ്ഞത്തെ വിവാദമാക്കരുത് എന്നാണ് മനസ്സിലാക്കിയത്.